ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. സാധാരണ ചിക്കൻ കറികളിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മൾ ഒരു വെറൈറ്റി ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. വറുത്ത് പൊടിക്കുന്ന പണിയൊന്നുമില്ല, പച്ചയ്ക്ക് അരച്ചെടുത്ത് ഒരു പ്രത്യേക മസാലക്കൂട്ടിലാണ് ഈ ചിക്കൻ കറി തയ്യാറാക്കുന്നത്. ഇതിൻ്റെ മണവും രുചിയും വേറെ ലെവലാണ്. ഇതിപ്പോൾ പൊറാട്ടയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും ഇനി ചോറിനൊപ്പമാണെങ്കിലും ഒരു രക്ഷയുമില്ലാത്ത കോംബോയാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, ഈ സ്പെഷ്യൽ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വേഗം നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്പെഷ്യൽ മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 പട്ട ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 2-3 ഗ്രാമ്പൂ ചേർത്തി കൊടുക്കാം. 3 ഏലക്കായ കൂടിയും ചേർത്തി കൊടുക്കാം. പിന്നെ നമുക്ക് ചുവന്നുള്ളിയാണ് വേണ്ടത്. ഒരു 5-6 അല്ലി ചുവന്നുള്ളിയും അതുപോലെ ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചേർത്തി കൊടുക്കാം. വെളുത്തുള്ളിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇഞ്ചിയും ചേർത്തി കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം വലിയ ജീരകം എന്ന് വെച്ചാൽ പെരുംജീരകവും ചേർത്തി കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് നല്ലൊരു പഴുത്ത തക്കാളിയാണ്. പിന്നെ എരിവിനനുസരിച്ചിട്ട് 2 പച്ചമുളകും ചേർത്തി കൊടുക്കാം. ഇനി ഒരു തണ്ടല്ല, നമുക്കൊരു പിടിയോളം മല്ലിയില വേണം കേട്ടോ. മല്ലിയില ചേർത്തി കൊടുക്കാം. ഇനി അതിൻ്റെ ഒരു പകുതിയോളം, കുറച്ച് മതി കേട്ടോ, ഒരു പിടിയോളം നമുക്ക് പുതിയയിലയും ചേർത്തി കൊടുക്കാം. പുതിയയില എപ്പോഴും കുറച്ച് എടുക്കണം കേട്ടോ, മല്ലിയിലയുടേക്കായും നമ്മൾ പകുതിയായിട്ട് എടുക്കണം. ഇനി ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് ഇതാ അരഞ്ഞെടിയിട്ടുണ്ട്. നല്ല പച്ച കളറിലായിട്ടുള്ള ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലും ഇറച്ചിയും കൂടിയിട്ട് ഇതിൽ ലിവറും കൂടിയിട്ടുള്ള ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായി കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ വാർത്ത് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങേൻ്റെ നമുക്ക് 2-ാം പാലും 1-ാം പാലും വേണം കേട്ടോ. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്ക് ഏതിലാണോ നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കൊരു കടായിയോ അല്ലെങ്കിൽ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ ഏതാണെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം അല്ല 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തി കൊടുക്കാം. നല്ല എരിവുള്ളതായിട്ടാണ് കേട്ടോ 1 ടീസ്പൂണോളം. അപ്പോൾ എരിവ് നിങ്ങൾക്ക് അനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടും എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. ശേഷം നമ്മുടെ ചിക്കനും കൂടി ചേർത്തി കൊടുത്തിട്ട് നമ്മൾ ആ സീക്രട്ട് മസാലയും കൂടിയും ചേർത്തി കൊടുക്കാം. ഇനി ഒന്നും നോക്കാനില്ല കേട്ടോ, നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. നമ്മൾ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓരോ ചിക്കനിലും നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ കുക്കാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് നമുക്ക് നമ്മുടെ ചിക്കനിലെ മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതാ വീണ്ടും നമ്മളെ 2-ാം പാലുണ്ടല്ലോ, 2-ാം പാലും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം കത്തിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അടച്ച് വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുക്കാക്കി എടുക്കാം. ഒരു 1-2 മിനിറ്റിൽ തന്നെ നന്നായിട്ട് തിളച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് 15 മിനിറ്റോളം കുക്കാക്കി എടുത്താൽ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഈ തേങ്ങാപ്പാലിൽ കിടന്ന് വെന്ത് വരുമ്പോൾ ആ സ്പെഷ്യൽ മസാലയും തേങ്ങാപ്പാലും ഒന്നായി ചേർന്ന് ഒരു അത്ഭുതകരമായ രുചിയായിരിക്കും ഇതിന് ലഭിക്കുക. തേങ്ങാപ്പാലിൻ്റെ ആ ഒരു പ്രത്യേക മണം തന്നെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വെള്ളം നമ്മൾ ഒട്ടും ചേർക്കാത്ത കാരണം ആ തേങ്ങാപ്പാലിൽ കിടന്ന് വേകുമ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ 1-ാം പാലും കൂടി ചേർത്തി കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് സെറ്റായി കിട്ടണം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളിയാണ്. വീടൊക്കെ മൊത്തത്തിലൊരു മണമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വഴറ്റേണ്ട സമയമൊന്നും കളയണ്ട കേട്ടോ. നമുക്ക് സമയത ലാഭിക്കാം. സിമ്പിളാണല്ലോ നമ്മുടെ ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. നല്ല ക്രീമി ആയിട്ട് ഇതാ വന്നിട്ടുണ്ട്. ആ തേങ്ങാപ്പാലുള്ളത് കാരണമാണ്. ഇനി നിങ്ങൾ ചിക്കൻ വാങ്ങുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കോംബോ ആണ്. തേങ്ങാപ്പാലിൽ വെന്തത് കൊണ്ട് തന്നെ ആ ഗ്രേവി എത്രത്തോളം ക്രീമി ആയിട്ട് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ആ സീക്രട്ട് മസാലയുടെ മണം ശരിക്കും കൊതിപ്പിക്കുന്നുണ്ട്. ചൂട് പൊറാട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അല്ലെങ്കിൽ ചോറിനൊപ്പം കഴിക്കാൻ ഇതിലും മികച്ചൊരു കോംബോ വേറെ ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയുള്ളൂ. ഉള്ളി വഴറ്റാതെയും വറുത്ത് പൊടിക്കാതെയും തയ്യാറാക്കിയ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങളിതൊന്ന് കഴിച്ച് നോക്കിയാൽ അത്ഭുതപ്പെടുത്തുട്ടോ, ഉറപ്പാണിത്. ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.